ഇന്ന് നമുക്ക് വൃത്തങ്ങൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 53 മൂന്നാമത്തെ ചോദ്യം എങ്ങനെ വരയ്ക്കും നോക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ചാപവും വരച്ച് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കണം. ഭാഗങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയാകണം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 80 ഡിഗ്രി. എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. AB എന്ന ഞാൻ വരയ്ക്കുക. വ്യാസമാവാൻ പാടില്ല. വ്യാസമായാൽ 2 ഭാഗത്തുള്ള കോണുകൾ 90 ഡിഗ്രി ആവും. അപ്പോൾ നമുക്ക് 80 ഡിഗ്രി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എ എന്ന ബിന്ദുവിൽ നിന്നും 80 ഡിഗ്രി അടയാളപ്പെടുത്തുക. എയിൽ നിന്ന് കിട്ടിയ ബിന്ദുവിലൂടെ ഒരു വര വരയ്ക്കുക. വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് സി എന്ന് അടയാളപ്പെടുത്തുക. BC ചേർത്ത് വരയ്ക്കുക. ചിത്രത്തിൽ നോക്കൂ. BC എന്ന ഞാൻ വൃത്തത്തെ 2 മുറിക്കുന്നു. വലിയ വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോൺ 80 ഡിഗ്രിയാണ്. ഇത്രയും വരച്ചാൽ മതി. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളും കൂടെ പറയട്ടെ. BC എന്ന ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എത്രയാ? വലിയ വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോൺ 80 ഡിഗ്രിയാണ്. അപ്പോൾ അത് കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ അതിൻ്റെ ഇരട്ടിയായ 160 ഡിഗ്രി. ഇനി BC ചെറിയ വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണോ 100 ഡിഗ്രി ആയിരിക്കും. ഒരു ഞാൻ വലിയ വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണും ചെറിയ വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണും അനുപൂരകങ്ങളാണ്. തുക 180 ഡിഗ്രി. അപ്പോൾ കോൺ BDC 100 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം നോക്കൂ. ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 110 ഡിഗ്രി. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നമുക്ക് 80 കിട്ടിയപ്പോൾ ഒരു ഭാഗം 80ഉം അടുത്ത ഭാഗം 100ഉം. അപ്പോൾ 110 ആവണമെങ്കിലോ നമ്മളിപ്പോൾ വരച്ച 80 ഡിഗ്രീൻ്റെ കോൺ എന്തായാൽ മതി? 70 ഡിഗ്രി ആയാൽ മതി. അപ്പോൾ അത് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ.